നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. ഒന്നും കാണാതെ ഇരിക്കുന്നിടത്ത് നിന്ന് അനങ്ങുന്നയാളല്ല എ കെ ആന്റണി. കഴിഞ്ഞ ദിവസം എ കെ ആന്റണി ഒരു പത്രസമ്മേളനം നടത്തി. മാസങ്ങൾക്ക് ശേഷം, അല്ലെങ്കിൽ ഒരുപക്ഷെ ഒരു വർഷത്തിന് ശേഷം എ കെ ആന്റണി ആദ്യമായി മാധ്യമങ്ങളെ കണ്ടത് അന്നാണ്. കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പ്രതിപക്ഷം ഒരു അടിയന്തര പ്രമേയം കൊണ്ടുവന്നിരുന്നു. സംസ്ഥാനത്ത് പിണറായി വിജയന്റെ ഭരണത്തിന് കീഴിൽ നടക്കുന്ന പോലീസ് അതിക്രമങ്ങൾക്കെതിരെയായിരുന്നു ആ അടിയന്തര പ്രമേയം. അതിന് മറുപടി പറയവേ മുഖ്യമന്ത്രിയും മറ്റ് ഇടതംഗങ്ങളും UDF കാലത്തെ പോലീസ് നടപടികളെ കടന്നാക്രമിച്ചു. അതിൽ എ കെ ആന്റണി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് 95-ൽ ശിവഗിരിയിൽ നടന്ന പോലീസ് അതിക്രമത്തെക്കുറിച്ചും 2002-ൽ ആന്റണി 3-ാം തവണ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ മുത്തമ്മയിൽ നടന്ന പോലീസ് വെടിവയ്പ്പിനെ കുറിച്ചും പരാമർശിച്ചു. എന്നാൽ ഈ പരാമർശങ്ങൾക്കെതിരെ ഒന്നും പറയാൻ, ഒരു എതിരഭിപ്രായം ഉയർത്താൻ എ കെ ആന്റണിയെ പ്രതിരോധിക്കാൻ പ്രതിപക്ഷത്ത് നിന്ന് ഒരുത്തനും ഉണ്ടായില്ല. ഇതാണ് ആന്റണിയെ ചൊടിപ്പിച്ചതെന്ന് പറയുന്നു. ആന്റണി ഉടൻ പത്രസമ്മേളനം വിളിച്ചു. ശിവഗിരിയിൽ പോലീസ് അതിക്രമം ഉണ്ടായിട്ടില്ല, അവിടെ ഹൈക്കോടതി വിധി അനുസരിക്കുക മാത്രമേ താൻ ചെയ്തുള്ളൂ, പോലീസിനെ ഇറക്കി കോടതി വിധി നടപ്പാക്കിയേ മതിയാവൂ എന്ന ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശമുണ്ടായിരുന്നു. അങ്ങനെയാണ് അവിടെ പോലീസ് ഇറങ്ങി ഹൈക്കോടതി വിധി നടപ്പാക്കിയതെന്ന് ആന്റണി പറഞ്ഞു. മാത്രമല്ല, മുത്തങ്ങയിൽ അത് വൈൽഡ് ലൈഫ് സാങ്ച്വറിയാണ്, അവിടെ കുഴിൽ കെട്ടിയ ആദിവാസികളെ ഇറക്കണമെന്ന് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടു. അതോടെ തുടർന്നാണ് താൻ പോലീസ് നടപടിയിൽ അവരെ ഇറക്കി വിട്ടതെന്നും ഇതെല്ലാം ആന്റണി വിശദീകരിച്ചു. എന്നാൽ സംഭവം ഇതൊക്കെയാണോ? ഇതൊന്നുമല്ല. അല്ലെങ്കിൽ നിയമസഭയിൽ ഇപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ എ കെ ആന്റണിക്ക് എന്താ? അങ്ങേര് ഈ വഴിക്കൊന്നും പോകുന്നയാളെയല്ല. എന്നാൽ ആന്റണി ചില കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടു. പ്രതിപക്ഷം ഇപ്പോൾ നാഥനില്ലാ കളരിയാണ്. പ്രതിപക്ഷത്ത് ആരാണ് നേതാവ് എന്ന് ആർക്കും തന്നെ പറയാൻ പറ്റാത്ത അവസ്ഥ. വാളെടുത്തവനൊക്കെ വെളിച്ചപ്പാടെന്ന് പറയുന്ന പോലെ പ്രതിപക്ഷത്ത് നേതാക്കന്മാരേ ഉള്ളൂ. ഇങ്ങനെ പോയാൽ അടുത്ത തവണ ഭരണം പിടിക്കുക എളുപ്പമല്ലെന്ന് ബുദ്ധിമാനായ കുശാഗ്ര ബുദ്ധിയായ അറയ്ക്കപ്പറമ്പിൽ കുര്യൻ ആന്റണിക്ക് മനസ്സിലായി. അപ്പോൾ കുര്യൻ ആന്റണി കൃത്യമായ ഒരു ഓപ്പറേഷൻ നടത്തി. ഇപ്പോഴുള്ള കോൺഗ്രസ് നേതാക്കൾ ആരും മുഖ്യമന്ത്രിയാകാൻ പറ്റിയവരല്ലെന്നും അവർക്ക് ജനങ്ങൾക്കിടയിൽ കാര്യമായ മതിപ്പില്ലെന്നുമാണ് എ കെ ആന്റണിയുടെ വിശ്വാസം, എ കെ ആന്റണിയുടെ പക്ഷം. അതിൽ കുറേയൊക്കെ ശരിയുണ്ട് താൻ. അങ്ങനെ വരുമ്പോൾ ഒരു പുതിയൊരാളെ രംഗത്തിറക്കിയാൽ UDFന് ഭരണം പിടിക്കാമെന്ന് വന്നാലോ? ഒരു പുതിയ മുഖം, കോൺഗ്രസിൽ നിന്ന് ഒരു പുതിയ നേതാവ് ഇതാ CPMനെതിരെയും ഇടതുപക്ഷത്തിനെതിരെയും ഒരു വലിയൊരു മുഖമായി എമേർജ് ചെയ്തു വരുന്നു. അദ്ദേഹത്തെ മുൻനിർത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു. അദ്ദേഹം മുഖ്യമന്ത്രിയാകുമെന്ന് പറയുന്നു. അങ്ങനെ CPMനെ തറപറ്റിച്ചാലോ? ഈ ബുദ്ധി പോയത് എ കെ ആന്റണിക്ക് തന്നെയാണ്. VM സുധീരനാണത്രേ എ കെ ആന്റണിയുടെ മനസ്സിൽ. VM സുധീരനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി കൊണ്ടുവരാനുള്ള എ കെ ആന്റണിയുടെ അടവായിരുന്നു ഈ പത്രസമ്മേളനമെന്ന് വിശ്വസിക്കുന്നവരാണ് ഏറെയും. VD സതീശനടക്കമുള്ള മറ്റ് സണ്ണി ജോസഫ് അടക്കമുള്ള മറ്റ് കോൺഗ്രസ് നേതാക്കൾക്കൊന്നും CPMനെന്നും പിണറായി വിജയനെന്നും പ്രതിരോധിക്കാനുള്ള കഴിവില്ലെന്നേ. അതുകൊണ്ട് ഞാൻ VM സുധീരനെ രംഗത്തിറക്കുകയാണെന്നുള്ള ഒരു സന്ദേശം, ഒരു തന്ത്രപരമായ സന്ദേശം എ കെ ആന്റണി നൽകിയെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. അതല്ലെങ്കിൽ എ കെ ആന്റണിക്ക് ഒരു കാര്യമില്ലാത്ത വിഷയത്തിൽ, അദ്ദേഹത്തിന് ഇപ്പോൾ സജീവ രാഷ്ട്രീയത്തിലില്ല, നിയമസഭയിൽ എന്ത് പറഞ്ഞാലും അദ്ദേഹത്തിന് കുഴപ്പമില്ല, ഇനി എ കെ ആന്റണി എന്നുള്ള പേര് പിണറായി വിജയൻ അടക്കം ആരും പറഞ്ഞുമില്ല, എന്നിട്ടും അദ്ദേഹം ഏണി വെച്ച് കയറി അത് പിടിച്ചു. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇപ്പോഴുള്ള കോൺഗ്രസ് നേതാക്കളൊക്കെ മൊണ്ണകളാണെന്നും താൻ ഒരാളെ മുന്നിലേക്ക് നിർത്തും, അയാളുടെ പേര് VM സുധീരനാണെന്നും VM സുധീരനെ മുന്നിൽ നിർത്തി തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ UDFന് ഭരണം ഉറപ്പുമെന്നുള്ള സന്ദേശമാണത്രേ സാക്ഷാൽ എ കെ ആന്റണി നൽകിയത്. ഇത് പല കോൺഗ്രസ് നേതാക്കൾക്കും മനസ്സിലായി, വളരെ വ്യക്തമായിട്ട് മനസ്സിലായി. പക്ഷേ ആർക്കും ഒന്നും മിണ്ടാൻ പറ്റുന്ന അവസ്ഥയിലല്ല. അങ്ങനെ കോൺഗ്രസ് ഹൈക്കമാൻഡിന് ആന്റണി ഒരു സന്ദേശം കൊടുത്തു. ഇപ്പോഴുള്ളവന്മാരൊന്നും പറ്റുകയില്ല, സാക്ഷാൽ VM സുധീരനെ രംഗത്തിരിക്കുകയോ ഞാൻ പിന്തുണയ്ക്കാം, ഞാൻ അയാളെ മുഖ്യമന്ത്രിയാക്കി കാണിച്ചു തരാം. VM സുധീരനാകട്ടെ തൃശ്ശൂരിലെ മണലൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കാൻ തട്ടുടുത്ത് നിൽക്കുകയാണ് ഗോദായിൽ. അങ്ങനെ VM സുധീരൻ മത്സരിച്ചാൽ അദ്ദേഹം ജയിക്കും. കാരണം അദ്ദേഹം ജനപിന്തുണയുള്ള നേതാവ് തന്നെയാണ് കോൺഗ്രസിൽ ഇപ്പോഴും. അതുകൊണ്ട് അദ്ദേഹം ജയിക്കുകയും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരികയും ചെയ്യുമെന്നുള്ള വിശ്വാസമാണ് എ കെ ആന്റണിക്കുള്ളത്. അതുകൊണ്ട് സുധീരനെ കളത്തിലിറക്കാൻ ആന്റണി കാണിച്ച ഒരു തന്ത്രത്തിൻ്റെ ഭാഗമാണ് കഴിഞ്ഞ ദിവസം നടത്തിയ പത്രസമ്മേളനമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പലരും അടക്കം പറയുന്നത്.